ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ GDSൻ്റെ. അപ്പോൾ ഇതിലേക്ക് 10ാം ക്ലാസ് ആണ് യോഗ്യത. അതാണ് ഈ നോട്ടിഫിക്കേഷൻ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. 10ാം ക്ലാസ് ആണ് യോഗ്യത, എക്സാം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ജസ്റ്റ് അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം നമ്മൾ എക്സാം പോയി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് വിളിക്കുക. അപ്പോൾ അത് വിളിക്കുന്ന സമയത്ത് നമ്മൾ പോയാൽ മതി. അപ്പോൾ ഏകദേശം 44,228 കഴിഞ്ഞ വർഷത്തെക്കാളും വേക്കൻസി ഉണ്ട്. 44,228ഓളം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 15/7 മുതൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 5 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് 15/7 ആണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5/8 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയുടെ ഒക്കെ ലിങ്ക് താഴെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാട്സപ്പ് ത്രൂ നമുക്ക് അയച്ചു തന്നാൽ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക്, അതായത് ആദ്യം തരുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് JDS എന്നും GDSലെ ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ടെന്നും ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, നമ്മൾ അതുപോലെ SC ST OBC ഒക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യമായുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഏതൊക്കെയാണ്, പിന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര ഡിവിഷനിലേക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ വിശദമാക്കുന്നത്. അതുപോലെ സർക്കിൾ വൈസ് വേക്കൻസീസ്, കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ട്, അങ്ങനെ ഓരോ ഡിവിഷനിൽ എത്ര വേക്കൻസി ഉണ്ട്, അതിനൊക്കെ കുറിച്ച് എങ്ങനെയാണ് നമ്മളത് നോക്കുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് A to Z കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. 62.6K ആയിട്ടുണ്ട് സബ്സ്ക്രൈബർ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് 1 lakhിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇവിടെ കാണാൻ പറ്റും, ഗ്രാമീൺ ദക് സേവക്. ഞാനിനി നോട്ടിഫിക്കേഷൻ പ്രകാരം ഓരോ പേജ് വൈസ് ആയിട്ട് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ. കാരണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഈ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ നമ്മുടെ കാൻഡിഡേച്ചറിനെ റിജക്റ്റ് ആവുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ അത് പ്രശ്നമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് 3 കാറ്റഗറി പോസ്റ്റാണ്. ഒന്ന് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, BPM എന്ന് പറയും. ദെൻ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ABPM എന്ന് പറയും. ദെൻ ദക് സേവക്. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ടൈം വരുന്നത് നമുക്ക് 15/7 മുതൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 5 വരെ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ, തെറ്റുകൾ വരാതെ മാക്സിമം നിങ്ങൾ നോക്കുക. തെറ്റുകൾ വന്നു പോയാൽ അത് എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ പറയുന്ന നമ്മുടെ GDS തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 6/8/2024 മുതൽ 8/8/2024 ഈ പറയുന്ന 3 ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറയുന്ന തെറ്റുകൾ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ളൊരവസരം GDS തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഈ പറയുന്ന ഡേറ്റിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം തെറ്റുകൾ വരാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. തെറ്റുകൾ വന്ന് തിരുത്തതിന് നമ്മൾ നിശ്ചിതമായുള്ള ചാർജ്, ഒരു ഫീ ആയിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. വെറുതെ നമുക്ക് തിരുത്താൻ പറ്റില്ല. ഇനി നമുക്ക് ഓരോ പോസ്റ്റിൻ്റെയും കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു ജോബ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ GDS എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെർമനൻറ്റ് പോസ്റ്റ് ഒന്നല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ. അത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഈ പേജിലേക്ക് വരും. ഈ പേജിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴെ നിങ്ങൾക്ക് ഇത് സ്ഥിര ജോലിയാണോ, അതുപോലെ GDSൻ്റെ പ്രൊമോഷൻ സാധ്യത, SSLC മാർക്ക് കുറവാണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ടോ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ളത് നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ വീണ്ടും ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ടെമ്പററി ആയിട്ടുള്ളൊരു പോസ്റ്റിൻ്റാണ്, പക്ഷേ അതിനെക്കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന BP എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ടു ഡേ പോസ്റ്റൽ ഓപ്പറേഷൻസ് ഓഫ് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ്, അത് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലെ ഡേ ടു ഡേ പോസ്റ്റൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാണ്ടായിരിക്കുക. അതുപോലെ തന്നെ IPPB എന്ന് പറയും, ഇന്ത്യൻ പേയ്മെൻറ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുപോലെ മാർക്കറ്റിംഗ്, പ്രൊമോഷൻ, ഈ പറയുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന സിംഗിൾ ഹാൻഡഡ് ആയിട്ടുള്ള ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ നമ്മൾ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമുക്കായിരിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഈ പറയുന്ന ദക് സേവക് ഉള്ള അങ്ങനെയുള്ള ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യും, അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അസിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഓക്കെ,
അപ്പോൾ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ ഡ്യൂട്ടി പാടൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അവരുടെ ഡ്യൂട്ടി കാര്യങ്ങൾ എന്നാണ്. അതായത് നമ്മുടെ സ്റ്റാമ്പ്, സ്റ്റേഷനറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, സെയിൽ ചെയ്യുക, അതുപോലെ പ്രോപ്പറായിട്ട് ഡോർ സ്റ്റെപ്പിൽ മെയിൽ നമുക്ക് ഈ പറയുന്ന മെയിലൊക്കെ ഡെലിവറി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റ് ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യുക എന്നുള്ള കണ്ടീഷനാണ് സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഈ അവരുടെ പ്രോഡക്റ്റും സർവീസൊക്കെ എന്ത് ചെയ്യുക, മാർക്കറ്റിംഗ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അവരും ചെയ്യേണ്ടി വരും കേട്ടോ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന നമുക്ക് ABPM എന്നുള്ള കാറ്റഗറി അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന തസ്തികയിൽ ഉണ്ടായിരിക്കുക. ദക്സേവക ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന സബ് പോസ്റ്റ് ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ റെയിൽവേ ഓഫീസസ് ഓഫ് റെയിൽവേ, മെയിൽ സർവീസ് എറ്റ്സെട്ര ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ദക്സേവക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ജോലി ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവർ ചെയ്യേണ്ട പ്രധാനമായിട്ടും വെച്ചാൽ ഈ സ്റ്റാമ്പ്, സ്റ്റേഷനറി അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം, അത് സെയിൽ ചെയ്യുക, അതുപോലെ തന്നെ മെയിൽ ഡോർ സ്റ്റെപ്പിൽ നമ്മൾ ഡെലിവറി ചെയ്യുക, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സ്, പേയ്മെൻറ്റ്, അത് ട്രാൻസാക്ഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡ്യൂട്ടീസൊക്കെ ഉണ്ടായിരിക്കും. അത് ഈ പറയുന്ന പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ സബ് പോസ്റ്റ് മാസ്റ്റർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസൊക്കെ ഇത് എക്സാക്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സോർട്ടിംഗ്, ഈ പറയുന്ന റെയിൽവേ മെയിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള സോർട്ടിംഗ് ഓഫീസിൽ നമ്മൾ വർക്ക് ഉണ്ടാവും ഈ ദക്സേവകിന്. ഓക്കെ, അതുപോലെ തന്നെ മെയിൽ ഓഫീസിലാണെങ്കിൽ നമുക്ക് വർക്കെങ്കിൽ ദക്സേവന് വർക്കെങ്കിൽ നമ്മൾ ഈ പറയുന്ന മെയിൽ ബാഗ്സ് ഡിസ്പാച്ചിലൊക്കെ അതിൻ്റെ റെസിപ്റ്റ് കാര്യങ്ങൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ സബ് പോസ്റ്റ് മാസ്റ്റർ അവർ എന്താണ് പറയുന്ന കാര്യങ്ങളൊക്കെ അവരൊക്കെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ദക്സേവകിൻ്റെ ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ ഈ 3 പോസ്റ്റ് ആണെങ്കിലും നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ നമ്മൾ സമീപത്തൊക്കെ താമസിക്കണം എന്നുള്ള കണ്ടീഷൻ, കാരണം നമ്മുടെ അവൈലബിലിറ്റി ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഇതിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ TRCA എന്ന് പറയും, അതായത് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് എന്ന് പറയും. അതായത് നമ്മൾ എത്ര ടൈം വർക്ക് ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ഈ പറയുന്ന സാലറി ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ റെമ്യൂണറേഷനായിട്ട് കിട്ടുക. ഓക്കെ, മിനിമം നമ്മൾ 4 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. മിനിമം അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് ആയിട്ടാണ് കിട്ടുക, അതല്ല നമുക്കൊരു ഫിക്സ്ഡ് സാലറി ആയിട്ട് ഇതൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ആനുവലി ഒരു 3% ഇൻക്രീസ് ചെയ്യും. പിന്നെ DA അതങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ, അതിൻ്റെ പുറമെ. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സും മറ്റ് അലവൻസൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഡിസ്ചാർജ് ബെനിഫിറ്റ് സ്കീം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് GDS ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള സർവീസ് ഡിസ്ചാർജ് ബെനിഫിറ്റ് സ്കീമൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള പിന്നെ നമ്മളെ പെൻഷൻ തുല്യമായുള്ള രീതിയിലുള്ളൊരു പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അലവൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മന്ത്ലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് മിനിമം ഒരു 12,000 മുതൽ നമുക്ക് 29,380 നമുക്ക് അതിൻ്റെ ഒരു സ്ലാബ് റേറ്റ് വരുന്നത് കേട്ടോ. അത് BPM ആണെങ്കിൽ, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ. ഇനി അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ദക്സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് 10,000 മുതൽ 24,470 രൂപ വരെ ഏൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടുള്ള സാലറി അല്ല. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു, എത്ര ടൈം, എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു എമൗണ്ടാണ് ഈ പറയുന്ന 29 അല്ലെങ്കിൽ 24 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താണ് റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഏജ് ആണ്. മിനിമം നമുക്ക് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, നമുക്കിതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഉണ്ടല്ലോ, ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 5 ആണ്. അപ്പോൾ August 5 നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓക്കെ, ദെൻ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 40 വയസ്സാണ്. കാരണം അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ നമുക്കൊരു ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാം. അതും നമുക്ക് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റ് ബെനിഫിറ്റ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ 40 ആണ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏജിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ തന്നെ ഉണ്ട് ഈസി ടൂൾസ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈസി ടൂൾസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കാണിച്ചു തരാം. ഈസി ടൂൾസിൽ നമുക്ക് എത്ര ഏജ് ആയെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഏജ് കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഈ പറയുന്ന ഈ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ അതും കൊടുക്കുക. ഏജ് അറ്റ് ദ ഡേറ്റ് എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര ഏജ് ആണെന്നതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ റിലാക്സേഷൻ ഉണ്ട് പറഞ്ഞു ഏജ്, അത് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. SC/ST ആണെങ്കിൽ 5, OBC ആണെങ്കിൽ 3,
പിന്നെ EWS കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കില്ല. പിന്നെ PWD ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി അടുത്തതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്കും അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്കും ദക്സേവക് എന്ന് പറയുന്ന തസ്തികയിലേക്കും ഈ 3 കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇപ്പോൾ ഇതിൽ BPM മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2ലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, 3ലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മൾ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അപ്പം ഇതിൽ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കണ്ടീഷൻ, അപ്പോൾ അതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് 10ാം ക്ലാസ് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന ലോക്കൽ ലാംഗ്വേജ്, അപ്പം നമ്മുടെ കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മലയാളമാണല്ലോ. അപ്പോൾ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കണം. മലയാളം അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ഈ പറയുന്ന 10ാം ക്ലാസ് വരെ പഠിച്ചതിൽ നമ്മൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും നമ്മൾ മലയാളം ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് മലയാളം സെക്കൻഡോ മലയാളമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് അത് വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന ഒരു ഘടകമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ വരുന്നത് മറ്റ് ക്വാളിഫിക്കേഷൻസ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടാതെ മറ്റെന്തൊക്കെ ക്വാളിഫിക്കേഷനിലേക്ക് വേണമെന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി ഉണ്ടായിരിക്കണം. അത് ബേസിക് കമ്പ്യൂട്ടറൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ബേസിക്കായിട്ട്, അതിന് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, ബേസിക്കായിട്ട് അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് സൈക്ലിങ്, നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതിനും നമുക്ക് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അഡ്വക്കേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പറയും, അതായത് നമുക്ക് ഉപജീവന ആവശ്യത്തിനുള്ളൊരു ഉപജീവന വരുമാനം നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഇതിൽ പറയുന്നുണ്ട്. കാരണം നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കണം. അതായത് ഇപ്പം ഗവൺമെൻറ് നമ്മളെ ഒരു നിശ്ചിതമായുള്ളൊരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്ത് കിട്ടുന്ന ആ പൈസ കൊണ്ട് നമുക്കെന്താണ് നമ്മുടെ കുടുംബം നോക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേറെയും വരുമാനമുണ്ട് എന്നുള്ളത്. പക്ഷെ അങ്ങനെ നമുക്കിപ്പോൾ വരുമാനം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ സൈഡ് അവർ കറക്റ്റ് ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നിശ്ചിതമുള്ള അതിൻ്റെ റൂളാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ വരുമാന സ്രോതസ്സ് നിർബന്ധമൊന്നുമില്ല, ഇപ്പോൾ ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡിക്ലറേഷൻ അവിടെ കൊടുക്കണം എന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്. കാരണം നമുക്ക് ഈ പറയുന്ന നമ്മുടെ കുടുംബമൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഈ നിശ്ചിത ഇപ്പോൾ മാസത്തിൽ ചിലപ്പോൾ നമുക്ക് 15 ഉണ്ടാക്കാൻ പറ്റുള്ളൂ ചില സമയത്ത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നുള്ള ജസ്റ്റ് നമ്മളൊരു സത്യവാങ്മൂലം നമ്മൾ കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ സൈക്ലിംഗ് അറിയില്ലെങ്കിലും ഞാനത് അങ്ങനെ പറയല്ല, ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ട് ജസ്റ്റ് അത്യാവശ്യം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ റിസർവേഷനാണ്. ഇപ്പോൾ SC ST OBC PWD EWS കാൻഡിഡേറ്റ്സൊക്കെ നിശ്ചിതമായുള്ള റിസർവേഷൻ ഉണ്ട്. അപ്പോൾ റിസർവേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നിശ്ചിതമായുള്ള ഫോർമാറ്റിൽ എന്ത് ചെയ്യണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് പല ഉദ്യോഗാർത്ഥികൾക്കുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ, നമ്മളെല്ലാം ഓൺലൈനൊക്കെ അപ്ലൈ ചെയ്ത് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ പോരാ എന്നുള്ളതാണ്. അതൊരിക്കലും പറ്റില്ല. നമ്മൾ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കയ്യിൽ വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ റൂള്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഒരു എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 10ാം ക്ലാസ് നമ്മൾ പാസ്സായിട്ടില്ല. പിന്നീട് എക്സാമൊക്കെ ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാസ്സായതെങ്കിൽ അവർ അംഗീകരിക്കുക. അതേപോലെ തന്നെയാണത്, നമ്മൾ എലിജിബിൾ ആയിരിക്കണം. ഇത് പറയുന്ന കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പം August 5 ഉള്ളിൽ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഏജ് ആണെങ്കിലും ഈ പറയുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പിന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക് തന്നെ എന്ത് ചെയ്യാം, ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ദക്സേവക് 3 എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു തടസ്സവുമില്ല. ഇനി ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഈ കമ്പ്യൂട്ടർ തന്നെയാണ് ശരിക്കും നമ്മുടെ ഈ പറയുന്ന സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ഒരു മെറിറ്റ് ലിസ്റ്റാണ് ഉണ്ടാക്കുന്നത്, ഷോർട്ട് ലിസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ആ ഷോർട്ട് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഇമെയിൽ വഴിയൊക്കെ നമ്മൾ അറിയിക്കും കേട്ടോ. ഓക്കെ, ഇമെയിൽ വഴി നമ്മൾ അറിയിച്ചിട്ടാണ് ഈ പറയുന്ന നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പം 10th ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ സിസ്റ്റം ജനറേറ്റ് ചെയ്ത ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുക. ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, വിളിക്കുകയാണ് ചെയ്യുക ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന്. അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ് ഓക്കെ അല്ല, നമുക്കൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ
തന്നെ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ പോയിന്റുകളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ജസ്റ്റ് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിനെ അടിസ്ഥാനമാക്കി നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അത് നമ്മളെ മെയിൽ വഴിയൊക്കെ നമ്മൾ അറിയിക്കും, മൊബൈൽ നമ്പർ SMS ഒക്കെ ആയിട്ട് നമ്മൾ അറിയിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഫോർ എക്സാമ്പിൾ മാർക്കും ഗ്രേഡും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് അവിടെ അതിൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്നാൽ നമുക്ക് ഗ്രേഡ് മാത്രമാണെങ്കിൽ നമ്മൾ ഗ്രേഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവിടെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫോർമുല എങ്ങനെയായിരിക്കും സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളൊക്കെ ഒരു അതിൻ്റെ ഒരു മാതൃകയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൺവേർട്ട് ചെയ്യാനൊന്നും പോകണ്ട. നമ്മളത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SSLC കേരള SSLC ആണെങ്കിൽ നമുക്ക് എന്താണ് A+, അത് നമ്മൾ അങ്ങനെ തന്നെ കൊടുത്താൽ മതി കേട്ടോ. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ പാടെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒന്നും പാടെ കറക്റ്റാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ പറയാം. ഓക്കെ, അതുകൊണ്ട് ആ വീഡിയോ പാടെ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ഈ പറയുന്ന തമിഴ്നാട് ആണെങ്കിൽ ഒരു പ്രത്യേക കണ്ടീഷൻ പറയുന്നുണ്ട്. കാരണം 2020-21 ഈ പറയുന്ന ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോവിഡ് കാരണം എല്ലാ ഉദ്യോഗാർത്ഥികളെയും എന്ത് ചെയ്ത് പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ പറയുന്ന നമ്മുടെ GDSൻ്റെ സൈറ്റിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന മാർക്ക് എന്ന് പറയുന്ന പെർസെൻറ്റേജ് 66.67% ആയിരിക്കും കേട്ടോ. അപ്പോൾ അവർ എന്ത് ചെയ്ത് കൊടുത്താൽ വെച്ചാൽ അവർ ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും പാസ് എന്നുള്ളത് എന്ത് ചെയ്താൽ ഓപ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും പാസ് എന്നുള്ളത് ഈ പറയുന്ന ഡ്യൂറേഷനിൽ 2020-21 പാസ് ഔട്ടായ ഈ പറയുന്ന തമിഴ്നാട് ദേശത്തുള്ളവരാണെങ്കിൽ അവർ ഈ പറയുന്ന ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും പാസ് എന്നുള്ളത് കൊടുത്താൽ മതി. അല്ലാതെ ഗ്രേഡോ അല്ലെങ്കിൽ പെർസെൻറ്റേജോ ഒന്നും കൊടുക്കാൻ പോകണ്ട, ജസ്റ്റ് പാസ് എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഓൺലൈൻ ഫോം ഫില്ലിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയും. അപ്പോൾ അതും പാടെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇവരെ നമ്മൾ സെലക്ട് ആയാലും നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് SMS ആയിട്ടോ മെയിലായിട്ടൊക്കെ അറിയിക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് വന്നാലിടും. ഷോർട്ട് ലിസ്റ്റിൽ തന്നെ മെയിൻ ലിസ്റ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റൊക്കെ പിന്നീട് വരും കേട്ടോ. ഓക്കെ, അപ്പം 3 ലിസ്റ്റൊക്കെ വന്ന് ചരിത്രമുണ്ട്. അപ്പോൾ 3 ചിലപ്പോൾ 4 ലിസ്റ്റൊക്കെ പിന്നെ ഡിപ്പെൻസ് ഓൺ എന്താണ് എത്ര ഉദ്യോഗാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ലിസ്റ്റിലും. ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അതിൽ ജോയിൻ ചെയ്തോളുന്നില്ല. ഈ പറയുന്ന മെയിൻ ലിസ്റ്റിൽ വന്നവർക്ക് എല്ലാവരും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ കംപ്ലീറ്റ് ആയിക്കോളുന്നില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രൂഫ് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊക്കെ റിജക്റ്റ് ആകും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമുക്ക് സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷ കൈവിടണ്ട എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റും വരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആ ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറയാവുന്നതാണ്. ഓൺലൈനായിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വെച്ചാൽ സ്കാൻഡ് ഫോട്ടോ, അതുപോലെ ഈ പറയുന്ന 50 KB കൂടാൻ പാടില്ല കേട്ടോ. ദെൻ സിഗ്നേച്ചറും നമ്മളിതിൽ അപ്ലോഡ് ചെയ്യണം, 20 KB കൂടാൻ പാടില്ല. അപ്പോൾ ക്ലിയർ ഉള്ള പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺലൈനായിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. SC/ST കാൻഡിഡേറ്റ്സിനും ഫീ കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. PWDക്കും അതുപോലെ ട്രാൻസ് വിമൻ കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്യേണ്ട, ഫ്രീ കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ഒരു 100 രൂപ ഓൺലൈനായിട്ട് നമുക്ക് ATM ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് വളരെ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് ഫീ അടയ്ക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഓരോ ഡിവിഷനും സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര ഡിവിഷനിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വ്യക്തത ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ഡിവിഷനിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡിവിഷനിൽ നിങ്ങൾക്ക് എത്ര വേക്കൻസിയിലേക്ക് എത്ര കാറ്റഗറിയിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഡിവിഷനിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ഡിവിഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ GDSൻ്റെ ഹോം പേജ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഇത് സർക്കിൾ വൈസ് എന്താണ് വേക്കൻസി അറിയാനാണ്. അപ്പോൾ നമ്മുടെ കേരള എന്ന് പറയുന്ന ഒരു സർക്കിളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കേരള എന്നുള്ളത് സെലക്ട് ചെയ്തു. കേരള സർക്കിളിൽ നമുക്ക് ഒട്ടനവധി ഡിവിഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം കേരള സർക്കിൾ. കേരള സർക്കിൾ ഇത്രയും ഡിവിഷൻസ് നമുക്കുണ്ട്. ഇത്രയും ഡിവിഷനിൽ നിങ്ങൾക്ക് ഏത് ഡിവിഷനാണ് വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേക്കൻസി ഒക്കെ നോക്കാം, ഓരോന്നും നിങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ കോഴിക്കോടാണ് എടുക്കുന്നത്. കോഴിക്കോട് കാലിക്കറ്റ് എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാലിക്കറ്റിനടുത്ത് വ്യൂ പോസ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്യാം. വ്യൂ പോസ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്താൽ നമുക്ക് കാലിക്കറ്റിൽ അവൈലബിൾ ആയ പോസ്റ്റൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഓഫീസ് നെയിം കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഈ ഓഫീസ് നെയിം നോക്കാം. അപ്പോൾ നമ്മുടെ സമീപത്തുള്ളത് നമ്മൾ ആദ്യം കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം GDS. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. GDS നിങ്ങൾക്ക് കാണാം. ABPM എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ് അവിടെ ഒഴിവുള്ളത്. UR എന്ന് കണ്ട ജനറൽ വേക്കൻസിയാണ്, ആ ഒരു വേക്കൻസിയാണ് ജനറലിനുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിഫറൻസ് കൊടുക്കാം അതിൽ. പിന്നെ നിങ്ങൾക്ക് GDS ഇതും ABPM ആണ്, ഇതും OBCക്കുള്ള വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന റിസർവ്ഡ് വേക്കൻസി ആണെങ്കിൽ ഈ പറയുന്ന ജനറൽ കാൻഡിഡേറ്റ്സ് ഒരിക്കലും റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, അവർക്കത് കിട്ടില്ല. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC അല്ലെങ്കിൽ SC/ST കാൻഡിഡേറ്റ്
കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് OBC വേക്കൻസിയിലേക്കൊക്കെ അപ്ലൈ ആദ്യം നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കാം. OBC ആണെങ്കിൽ OBC വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ജനറൽ വേക്കൻസിയാണ്. അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ 2 വേക്കൻസി ഉണ്ട്, ചില സ്ഥലങ്ങളിൽ അധിക സ്ഥലങ്ങളും 1, 2 വേക്കൻസികളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം എന്താണ് 2000-ന് മുകളിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ അത് ചെറിയ വേക്കൻസി ഒന്നും അല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഓരോ വേക്കൻസി നോക്കണ്ട, നിങ്ങൾക്ക് കുറേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമല്ലോ. അതായത് ഈ പറയുന്ന ഒരു ഡിവിഷനിൽ തന്നെ ഇത്രയും ഇപ്പോൾ ഇതൊരു ഡിവിഷനാണ്, കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഡിവിഷനാണ്. അപ്പോൾ ഇതിൽ മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് എത്രയും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റ അപേക്ഷയിൽ കൊടുക്കാം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ എത്ര വരുന്നുണ്ട് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഏകദേശം 164 വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാലിക്കറ്റ് അല്ല താല്പര്യം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ കാസർഗോഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കോട്ടയാണ് ഏതായിരിച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ഓക്കെ, കോട്ടയാണെങ്കിൽ കോട്ടയം സെലക്ട് ചെയ്യുന്ന റിവ്യൂ പോസ്റ്റ് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോന്നിൻ്റെതും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ വീഡിയോയിൽ തരാം. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ജസ്റ്റ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. കേരള എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളാണ്. കേരള അതിൻ്റെ പോസ്റ്റൽ സർക്കിളാണ്. ആ കേരള പോസ്റ്റൽ സർക്കിളിൽ നമുക്ക് എത്ര ഡിവിഷൻ, ഇതൊക്കെ ഓരോരോ ഡിവിഷനാണ്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒന്നിലേക്ക്, കാലിക്കറ്റിലേക്ക് കൊടുത്ത ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊല്ലം കൊടുക്കാൻ പറ്റില്ല, കോട്ടയം കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. തിരൂർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ തിരൂരിലേക്ക് കൊടുത്ത ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാലിക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ലക്ഷദ്വീപിലേക്ക് കൊടുത്തവർക്ക് ലക്ഷദ്വീപിലെ കോട്ടയം കൊടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് കൊടുക്കാൻ നോക്കാം. ആ ഡിവിഷൻ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ നോക്കാം. അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അവിടെ താമസിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ലോക്കൽ ലാംഗ്വേജ് കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോന്നും ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ കേരള ആണെങ്കിൽ കാണാം, കേരള, ലക്ഷദ്വീപ്, മാഹി ആണെങ്കിൽ നിങ്ങൾക്ക് മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ 10ാം ക്ലാസ് വരെ എവിടെയെങ്കിലും നമ്മളൊന്ന് മലയാളം പഠിച്ചിരിക്കുന്ന കണ്ടീഷനാണ് ഇപ്പോൾ ഓരോന്നിൻ്റെ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ തമിഴ്നാടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം തമിഴാണ്. ഓക്കെ, തമിഴാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. പുതുണ്ടിച്ചേരി ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ തമിഴ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് ഇതേ സെയിം മാതൃകയിൽ നിങ്ങളടുത്ത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതേ സെയിം മാതൃകയാണോ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സെയിം മാതൃക ആയിരിക്കണം കേട്ടോ. കാരണം നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്താണ് നമുക്ക് അതൊക്കെ പ്രശ്നം വരിക. OBC അതായത് OBC തന്നെ OBC നോൺ ക്രിമിലിയർ ആണെങ്കിൽ, NCL ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന റിസർവേഷൻ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അവർക്ക് തന്നിരിക്കുന്ന ഫോർമാറ്റാണ് ഇത്, സെയിം ഫോർമാറ്റ് ആയിരിക്കണം. ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സെയിം ഫോർമാറ്റ് തന്നെ നിങ്ങൾക്ക് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് സെയിം ഫോർമാറ്റ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയത് എടുക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഉള്ള സർട്ടിഫിക്കറ്റ് മാതൃകയാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ തന്നുകൊണ്ട് അത് സെയിം മാതൃക നിങ്ങൾ തയ്യാറാക്കാം. പിന്നെ ഇതൊക്കെ അണ്ടർടേക്കിംഗ് സർട്ടിഫിക്കറ്റിലാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്കെന്താണ് ഈ പറയുന്ന ഫോൺ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യാം അറിയുമെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാക്ഷ്യപ്പെടുത്തി കൊടുക്കുക. അതുപോലെ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യം നമ്മൾ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് എന്നുള്ളത് നമ്മൾ സാക്ഷ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതൊന്നും നമ്മളിപ്പം ചെയ്യേണ്ട, നമ്മളിതിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ ചെയ്താൽ മതി കേട്ടോ. എങ്കിലും ഞാൻ വീഡിയോയിൽ ഒന്ന് കാണിച്ചു. ഇതൊരു ഡിക്ലറേഷനാണ്. അതുപോലെ നമുക്ക് ഈ പറയുന്ന ബൈസൈക്കിൾ നമുക്ക് റൈഡ് ചെയ്യാൻ അറിയാമെന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ എടുത്ത് ഫില്ല് ചെയ്താൽ മതി. നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്, വേറെ ആരും ഫില്ല് ചെയ്യേണ്ട, നിങ്ങൾ തന്നെ സെൽഫായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന TRC അതായത് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് ഉണ്ടല്ലോ, അത് കൂടാതെ നമുക്കെന്താണ് ഈ പറയുന്ന നമുക്ക് ജീവിച്ച് പോകാനുള്ളൊരു വരുമാനമുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാക്ഷ്യപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അതായത് TRCക്ക് പുറമെ, TRCക്കും ഗവൺമെൻറ് തരുന്ന അലവൻസിനും പുറമെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് വേറൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മതി. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മുകളിൽ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ട്രൂ ആണ്, ശരിയാണ്, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഡിക്ലറേഷനാണ്. ഇതൊക്കെ നമ്മൾ ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം. അതിന് മുൻപ് നിങ്ങൾക്ക് ഒരു PDF പാടുണ്ട്. ഇതിൽ നമുക്ക് സർക്കിൾ വൈസ് വേക്കൻസിയും കൂടെ കാണാൻ പറ്റും. കേരളത്തിൻ്റെ വേക്കൻസിയും കൂടെ കാണാം. കേരളത്തിൽ നിങ്ങൾക്ക് ജനറലിന് 1326 വേക്കൻസി ഉണ്ട്. OBCക്ക് ആണെങ്കിൽ 551, ദെൻ SCക്ക് ആണെങ്കിൽ 190, ദെൻ STക്ക് ആണെങ്കിൽ 44, ദെൻ നിങ്ങൾക്ക് EWS ആണെങ്കിൽ 255, ദെൻ PWDയിൽ തന്നെ നിങ്ങൾക്ക് വിവിധ കാറ്റഗറിയിലുണ്ട്, അവരുടെ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2433 വേക്കൻസിയാണ് കേട്ടോ. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കണ്ട. 2433 വേക്കൻസി ഉണ്ട്. ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ ഏകദേശം നിങ്ങൾക്കിവിടെ കാണാം 3789 വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ളതിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ പേജിലേക്കായിരിക്കും വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ആവുന്നുള്ളതിൻ്റെ നേരെ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അപ്ലൈ ആവുന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് രജിസ്റ്റർ നമ്പർ വെച്ച് നമുക്ക് ഏതാ ഡിവിഷൻ വേണ്ടി വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ പറയുന്ന GDSൻ്റെ പ്രൊമോഷൻ സാധ്യത, അതുപോലെ സ്ഥിര ജോലിയാണോ, മാർക്ക് കുറവാണെങ്കിൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് എനിക്ക് വാച്ച് ഓൺ യൂട്യൂബ് എന്ന് വെച്ചാൽ ജസ്റ്റ് യൂട്യൂബിൽ അത് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഓൺലൈൻ അപേക്ഷയുടെ വീഡിയോ ചെയ്യാതിരിക്കാൻ കാരണം ഇതിൻ്റെ ഡ്യൂറേഷൻ വളരെ അങ്ങ് കൂടിപ്പോവും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നത് ബുദ്ധിമുട്ടായിരിക്കും തോന്നിയത് കൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകി കൊടുക്കുന്നുണ്ട് പറഞ്ഞു. ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് വരുന്നവർക്ക് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്ററിനാവുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കാണ് പോകട്ടോ. ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനി അപ്ലൈ ആവുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് രജിസ്റ്റർ നമ്പർ കിട്ടും. നമുക്ക് ഏത് സർക്കിളാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സർക്കിൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. കേരള ആണെങ്കിൽ കേരള, ദെൻ സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ വീഡിയോ ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉടനെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.